നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. പല ജില്ലകളിലെ അവസ്ഥകൾ പരിതാപകരമാണ്. ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയ അവസ്ഥയിലായിരിക്കുന്നത്. വളരെയധികം രൂക്ഷമാവുകയാണ്. തീർച്ചയായിട്ടും ഇനി മഴക്കാലമാണ്, അങ്ങോട്ട് കാലവർഷം എത്തുന്നുണ്ട്. വേനൽ മഴയിൽ ഇതാണ് അവസ്ഥ. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നിരിക്കുകയാണ്. തൃശ്ശൂരിലും അതിശക്തമായ മഴയാണ്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. അശ്വിനി ആശുപത്രിയിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അശ്വിനി ആശുപത്രിയുടെ ICU വരെ വെള്ളം എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബിഷപ്പ് ഹൗസിന് സമീപം മതിൽ തകർന്നു വീഴുന്ന കാഴ്ചയും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറി. മാത്രമല്ല, കോഴിക്കോട് പന്തീരങ്കാവ് കൊടൽ നടക്കാവ് ദേശീയപാത സർവീസ് റോഡ് തകർന്ന അവസ്ഥയിലാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. സുരേഷ് എന്ന തൊഴിലാളി താമസിക്കുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കുകളൊന്നുമില്ല. തൃശൂർ ചേറ്റുപുഴ റോഡിൽ ഒരു വലിയ മാവ് കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. പുലർച്ചെ 4-ന് റോഡിന് കുറുകെ 11 kV ലൈനിന് മുകളിലേക്കാണ് ഇത് വീണത്. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നുള്ള സംഘം 3 മണിക്കൂർ നേരത്തെ പരിശ്രമം നടത്തി ആ മരം നീക്കം ചെയ്തു. കൊച്ചിയുടെ അവസ്ഥ നോക്കാം. കൊച്ചിയിൽ മഴയുണ്ട്. വിവിധ റോഡുകളിൽ വെള്ളം കയറി. കലൂർ ആസാദ് റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അപകടത്തിൽ പോലീസുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് കല്ലടിക്കോട് ഇടിമിന്നലിൽ വീടിന് തീ പിടിച്ചു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചു. ആർക്കും പരിക്കില്ല. ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നിന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ കേരള തീരത്തിൽ മീൻപിടുത്തത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ ഉണ്ടായിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. നാളെയോടെ കേരളത്തിൽ മഴയുടെ ശക്തിയിൽ അല്പം കുറവുണ്ടായിരിക്കും. പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ 24-ാം തീയതി രാത്രി 11:30 വരെ 0.4 മുതൽ 3.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 16 സെന്റിമീറ്ററിനും 81 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്ത് കുളച്ചൽ മുതൽ കിഴക്കര വരെ നാളെ രാത്രി 11:30 വരെ 0.6 മുതൽ 4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ 22 സെന്റിമീറ്ററിനും 83 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.